നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ സമയക്രമം തീരുമാനിക്കാൻ മന്ത്രിസഭയുടെ പ്രത്യേക യോഗം ഇന്ന് 10:30 മന്ത്രിസഭാ യോഗം ചേരുക. ജനുവരി 27 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം ആരംഭിക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. ഫെബ്രുവരി 3 ആയിരിക്കും ബജറ്റ് അവതരണം ഉണ്ടാകുക. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇന്നലെ സജി ചെറിയാൻ സത്യപ്രതിജ്ഞ അനുവദിച്ചതോടെ സർക്കാർ ഗവർണർ തലത്തിൽ ഒരു അൻരഞ്ചന നീക്കം എന്ന തരത്തിലാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടത്. നയപ്രഖ്യാപന പ്രസംഗവും അടക്കം അതിന്റെ ഭാഗമാണ്. നേരത്തെ സഭാ സമ്മേളനം നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു സർക്കാരിന്റെ നീക്കം. ഇപ്പോൾ അവസാനിപ്പിച്ച് നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണോ സർക്കാർ? രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ സമയക്രമം തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മന്ത്രിസഭായോഗമാണ് ഓൺലൈനായിട്ട് രാവിലെ 10:30 ചേരുക. എന്തായാലും അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നടന്ന ഏറ്റുമുട്ടലിന് താൽക്കാലികമായെങ്കിലും ഒരു ശമനമുണ്ടായിരിക്കുന്നതിന് പിന്നാലെയാണ് ഇന്നത്തെ ഈ മന്ത്രിസഭായോഗം നടക്കുന്നത് എന്ന കാര്യം തന്നെയാണ്. എന്തായാലും നമുക്കറിയാം ബജറ്റ് അടുത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം വരുന്ന 27 തീയതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്, കൂടിയാലോചനകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി മാസം 3 തീയതി ആയിരിക്കും ഏകദേശം ബജറ്റ് നടക്കാൻ സാധ്യതയെന്ന സൂചനകളാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് ധനകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ കൂടി ആ വിഷയം ഗൗരവമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇന്നലെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് ധവളപത്രം ഇറക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമായി മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഇത്തവണത്തെ ബജറ്റിനെ സർക്കാരും നോക്കിക്കാണുന്നത്. ഏത് തരത്തിലായിരിക്കും ചെലവ് ചുരുക്കൽ അടക്കമുള്ള നടപടികൾ, അതായത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള നടപടികളായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് സൂചന. രഞ്ജിത്ത്, ഏതായാലും മന്ത്രി സജി ചെറിയാൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ തലത്തിൽ പോരിന് ഒരു ശമനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ അത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. മന്ത്രി സജി ചെറിയാനെതിരായ കേസ് തീർപ്പാക്കരുതെന്നാവശ്യപ്പെട്ടുള്ള തടസ്സ ഹർജി തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തീരുമാനം ആകുന്നതുവരെ കേസ് തീർപ്പാക്കരുതെന്നാണ് ആവശ്യം. കേസിലെ പരാതിക്കാരനായ അഡ്വക്കേറ്റ് ബൈജു നോയലാണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. എറണാകുളം ഏലൂരിലെ വ്യവസായ സ്ഥാപനം കേരളത്തിലെ വെയർഹൌസുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. തൊഴിലാളികളുമായി ഇനി ചർച്ചകളുടെ നിലപാടിലാണ് VRL ലോജിസ്റ്റിക്സ്. രാജ്യത്തെവിടെയും ഇല്ലാത്ത നിരക്കാണ് കേരളത്തിലെ കയറ്റിറക്ക് കൂലി. സ്ഥാപനം പൂട്ടിയ തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നും കേരളത്തിൽ ഒരിടത്തും വെയർഹൌസ് വേണ്ടെന്ന് കമ്പനി തീരുമാനിച്ചതായും VRL അസിസ്റ്റന്റ് മാനേജർ ശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. മാനേജ്മെന്റ് ഇപ്പൊ കമ്പനി ഡിസൈഡ് ചെയ്തത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്ര ഒന്ന് അമൗണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യം ഇപ്പോ ലോസിലാണ്. എന്നാൽ നമ്മള് എല്ലാരും ഒരു ജീവിക്കട്ടെ പറഞ്ഞിട്ട് ഒരു ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്ര ഡിമാൻഡ് വരുമ്പോ നമുക്ക് ഡിമാൻഡ് ഒന്നും നോക്കാൻ പറ്റില്ല പറഞ്ഞിട്ടപ്പോ പറയണ്ടത് ചെയർമാൻ കമ്പനി ഒന്ന് ആറടുത്ത് ഒന്ന് സംസാരിക്കാതെ ക്ലോസ് ചെയ്തോളൂ, അത്ര മാത്രം പറയണ്ട് സാർ. അത് അല്ലാതെ നിങ്ങളോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല? ഇല്ല. അപ്പൊ ഇത് കൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ 200 ചോദിച്ചതുകൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്? അതെ. 400 രൂപ പിന്നെ ഇവർ കൊടുത്ത നോട്ടീസ് എല്ലാം ഇപ്പോ ഡയറക്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അവർ, അത് കമ്പനി ഹെഡ് ഓഫീസർ. ഇത്ര ഇപ്പൊ 400 രൂപ കൊടുത്തിട്ട് 200 രൂപ ചോദിക്കാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരാളിಗೆ കൊടുക്കുന്നത് 140 രൂപയാണ് പ്രസന്റ്ലി. 200 രൂപ ചോദിക്കുമ്പോ 60 രൂപ കൂടുതലാണ്. 60 രൂപ ഒരു ടണ്ണിന് 60 രൂപ ആകുമ്പോ ഒരു ദിവസത്തിൽ 10 ടൺ പണി എടുക്കുള്ളൂ ഒരാള്. 10 ടൺ ആവുമ്പോ 60 രൂപ ആകുമ്പോ 600 രൂപ ഒരു ദിവസಕ್ಕೆ 600 രൂപ ആവുമ്പോ 12,000 13,000 ശമ്പളമായി ഒരു മാസത്തിൽ മാറ്റം അല്ലെ? ഇത് എവിടത്തെ ഉള്ളവരും ന്യായമാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സംസാരിച്ചപ്പോ എല്ലാവർക്കും ചീത്ത പറഞ്ഞു. നിങ്ങൾ എന്തിനാ സംസാരിക്കണേ, നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട് എല്ലാ ആൾക്കാർക്ക്. പിന്നെ അവരെ പിന്നാലെ പോകണം, നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യണം നമ്മൾ പോയിട്ട്. അതൊന്നും ആരുടെ ഒന്നും സംസാരിക്കരുത്, ഒരിക്കലും സംസാരിക്കരുത്. ക്ലോസ് മീൻസ് ക്ലോസ് ആണ്. അത് എത്ര ലോസ് ആയിക്കോട്ടെ അത് നമ്മൾ നോക്കാം, അത് ഹെഡ് ഓഫീസ് നോക്കുക പറഞ്ഞിട്ടാണ് അവിടെ തന്നത്. അല്ലാതെ വേറെ ചർച്ച ഒന്നും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ട് സാർ. ഈ INTC-ക്കാർ സമ്മതിക്കുന്നുണ്ടല്ലോ 20 രൂപയ്ക്ക് അവർ ഇപ്പൊ സമ്മതിക്കുന്നുണ്ട് സാർ. ആ സമയത്ത് സമ്മതിച്ചിട്ടില്ല ആരും.
ആ സമയത്ത് സമ്മതിച്ചിട്ടില്ല. ആ സമയത്ത് ഇവര് സംസാരിച്ചുള്ള റിപ്പോർട്ടെല്ലാം ഹെഡ് ഓഫീസ് കൊടുത്ത ശേഷമാണ് ഓർഡർ എടുത്തത്. ഇത് വേണ്ട പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ഓർഡർ എടുത്ത ശേഷം ഇവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യാ പറഞ്ഞിട്ട്. ഇപ്പൊ ചെയ്യാ പറയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുമ്പോ ഒന്നും സംസാരിക്കേണ്ട, ക്ലോസ് ആൾറെഡി ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പൊ പറയുന്നുണ്ട് കമ്പനി. പിന്നെ ചർച്ച ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നും വേണ്ടാന്ന് സാർ. ഉടനെ തിരിച്ചു വരാൻ സാധ്യതയില്ല. 100% ഉണ്ടാവില്ല സാർ. ഉണ്ടാവില്ല അല്ലേ? ഇല്ല സാർ. കൂട്ടി തന്നെയാ? അതെ സാർ. ഓക്കെ. കമ്പനിക്ക് അത്ര വേദനയായി. ഇത്ര ഒരു ഡിമാൻഡ്സ് നോക്കുമ്പോ അവര് വേദനയായി പോയി. ഇന്ത്യത്തില് ആൾ ഓവർ ഇന്ത്യ അല്ലേ നമ്മൾ ബിസിനസ് ഉള്ളത്. അപ്പൊ ഇത്ര ഒരു ഡിമാൻഡ്സ് നമ്മൾ ജോലി കൊടുക്കണ പിന്നെ ഇത്ര ഒരു ഡിമാൻഡ്സ് നമ്മൾ അംഗീകരിക്കണല്ലോ. ഇത് എവിടത്തെ ന്യായമാണ്, എവിടത്തെ ആൾക്കാരാണ്, എങ്ങനെ ചോദിക്കാനുള്ള ഒരു ന്യായം വേണ്ടേ? അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ട് മിന്നാൻ ഒരു 3 ദിവസമായി സാർ അത് ഡിസിഷൻ എടുത്തിട്ടത് ആണല്ലേ. പിന്നെ എല്ലാ ആൾ ഓവർ ഇന്ത്യ എല്ലാ സ്ഥലത്തിലും അതൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ എറണാകുളത്തിലുള്ള വെയർ ഹൗസ് ക്ലോസ് ആണ്, ഇവിടെ 6 പാർസലൊന്നും അയക്കരുത് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവർ ഡയറക്റ്റ് ഹെഡ് ഓഫീസിന് പോയിട്ടുണ്ട് മെസ്സേജ്. എല്ലായിടത്തേക്കും മെസ്സേജ് പോയി അല്ലേ? ആൾറെഡി അയച്ചിട്ടുണ്ട് സാർ. അത് എറണാകുളത്തെ വെയർ ഹൗസിലേക്ക് ലോഡ് വേണ്ടെന്നുള്ളത്. വേണ്ടാന്ന്. ഇപ്പൊ കേരളത്തിൽ എവിടുത്തെ വെയർ ഹൗസ് വേണ്ട പറഞ്ഞപ്പോ ആ സമയത്ത് കമ്പനി കേരളത്തിൽ എവിടത്തെ തുറക്കരുത്, ഇതിന് ശേഷം വെയർ ഹൗസ് വേണ്ടാന്ന്. കേരളത്തിൽ വെയർ ഹൗസ് വേണ്ട, കേരളത്തിൽ എവിടത്ത് വേണ്ടാന്ന്, കേരള സ്റ്റേറ്റില്. ഈ പ്രശ്നം കൊണ്ട് തന്നെയാ അല്ലേ? അതെ മെയിൻ ഇതാണ്. അപ്പൊ നേരിട്ട് അയച്ചാൽ മതി. അതെ സാർ. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് VRL ലോജിസ്റ്റിക്സ്. അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ പ്രതിസന്ധി ഇല്ല. ഇവിടെ അവർക്ക് ഈ തൊഴിലാളി യൂണിയനുകൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കൂലി കൂട്ടുന്നു. വല്ലാത്ത തരത്തിൽ മാനേജ്മെന്റിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വിധം, പ്രവർത്തനം മുൻപോട്ട് പോകാൻ പറ്റാത്ത വിധമുള്ള കൂലി ആ വർധന ഉണ്ടാകുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. 100 കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം. ഈ സ്ഥാപനങ്ങൾ പൂട്ടുന്നതോടെ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ നഷ്ടമുണ്ടാകും, സാമ്പത്തിക നഷ്ടമുണ്ടാകും. ഇങ്ങനെ വലിയൊരു തീരുമാനത്തിലേക്ക് ഈ കമ്പനി പോകാൻ ഇടയായ സാഹചര്യം അത് നിരവധിയായ ചർച്ചകൾക്ക് ശേഷമാണോ? തീർച്ചയായും രഞ്ജിത്തെ, തൊഴിലാളി യൂണിയനുകളുടെ പിടിവാശി മൂലം തന്നെയാണ് ഈ സ്ഥാപനം പൂട്ടിപ്പോയതെന്നാണ് നമുക്ക് അസിസ്റ്റന്റ് മാനേജറുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം 140 രൂപ ഒരു ടണ്ണിന് ലഭിച്ചിരുന്നത് 20 രൂപ വർദ്ധിപ്പിച്ച് 160 രൂപയായി നൽകാം എന്ന് കമ്പനി സമ്മതിക്കുന്നു. എന്നാൽ 200 രൂപയിൽ മാത്രമേ സമ്മതിക്കൂ എന്ന നിലപാടിലേക്ക് തൊഴിലാളികൾ എത്തുന്നു. അങ്ങനെയെങ്കിൽ ഒരു ടണ്ണിൽ മാത്രം ആ സ്ഥാപനത്തിന് അധികം നൽകേണ്ടി വരുന്ന തുക 60 രൂപയാണ്. ഒരു തൊഴിലാളി ചുരുങ്ങിയത് 10 ടണ്ണിന്റെ ചുമട് എടുത്താൽ ഒരു തൊഴിലാളിക്ക് മാത്രം 600 രൂപയുടെ വ്യത്യാസം ഉണ്ടാകുന്നു. ഇങ്ങനെ നിരവധി തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ ഒരു മാസം നുള്ളിൽ തന്നെ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് സ്ഥാപനത്തിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരം അധിക ബാധ്യതയുമായി മുന്നോട്ട് പോകുന്നതിൽ നല്ലത് ഈ സ്ഥാപനം പ്രവർത്തിക്കാതിരിക്കുന്നതാണ് എന്ന തീരുമാനത്തിലേക്ക് കമ്പനി എത്തിയിരിക്കുകയായിരുന്നു. 3 വട്ടം ഈ യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി. ഒടുവിൽ ഈ പോംവഴി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള തീരുമാനമെടുത്തത്. INTUC, CETU യൂണിയനുകളാണ് ഈ VRL ലോജിസ്റ്റിക്സിൽ ചുമട്ടറക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള അയവിന് ഈ INTUC യൂണിയൻ തയ്യാറായിരുന്നില്ലെങ്കിൽ അവർ പിന്നീട് കുറച്ച് താഴേക്ക് പോവുകയും ഈ കമ്പനി നിർദ്ദേശിക്കുന്ന പണത്തിന് ഇറക്കാമെന്ന്, അതായത് 160 രൂപയ്ക്ക് ഒരു ടൺ ലോഡ് ഇറക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CETU പിന്നെയും പിടിവാശി തുടർന്നു എന്ന് തന്നെയാണ് INTUC പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം അവർ ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന അയവില്ലാത്ത നിലപാടിലേക്ക് പോവുകയും പിന്നീട് ഈ സ്ഥാപനം പൂട്ടുന്നതിനുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇനി ഈ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അസിസ്റ്റന്റ് മാനേജർ ശങ്കർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹമാണ് ലേബർ ഓഫീസർക്ക് ഈ സ്ഥാപനം പൂട്ടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയത്. കാരണം അത്രയധികം മോശമായ ഒരു ഇടപെടലാണ് തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് രാജ്യത്തെ എല്ലാ ഇടങ്ങളിലേക്കും ഈ കൊച്ചിയിലെ വെയർഹൌസിലേക്ക് ചരക്ക് അയക്കേണ്ട എന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം കേരളത്തിൽ ഒരിടത്തും ഇനി വെയർഹൌസുകൾ വേണ്ട എന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കൂടി കമ്പനി എത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്. അതായത് അനീഷ്, ഒരു യൂണിയനുകളും ഇത്തരത്തിൽ പിന്നോട്ടില്ല ഈ കൂലിയുടെ കാര്യത്തിൽ. നേരത്തെ ഇന്നലെ INTUC-കാരൊക്കെ സംസാരിച്ചപ്പോൾ അവർ കമ്പനി വർദ്ധിപ്പിച്ച കൂലിക്കനുസരിച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ പറയുന്നത് ഒരു യൂണിയനുകളും അത്തരത്തിൽ സഹകരിക്കുന്നില്ല, ഈ 200 എന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങളില്ല. യൂണിയനുകളുമായി ചർച്ച ചെയ്തിട്ട് യാതൊരു സാഹചര്യവുമില്ല, കാര്യവുമില്ല. അതൊരു ഈ സമവായ ശ്രമത്തിൽ എത്തുന്നതിനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് പറഞ്ഞാണ് അവർ പ്രവർത്തനം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്.
തീർച്ചയായും ആദ്യഘട്ടത്തിൽ INTUC അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചു എന്നാണ് നമുക്കിപ്പോൾ കമ്പനി പ്രതിനിധിയുടെ വാക്കിൽ നിന്നും വ്യക്തമാവുന്നത്. എന്നാൽ കമ്പനി ഒരു അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് INTUC പ്രവർത്തകരും നിലപാട് മാറ്റിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് അവർ പിന്നീട് ഈ ഇപ്പോൾ CIT ശ്രീ KN ഗോപിനാഥ് ടെലിഫോണിലായിരുന്നു. ശ്രീ KN ഗോപിനാഥ്, വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. അവരുടെ വെയർഹൌസുകൾ പൂട്ടിപ്പോകുന്നത് ഈ തൊഴിൽ തർക്കത്തിലാണ്. ഒരു പരിഹാരം ഉണ്ടാകേണ്ടതല്ലേ? കാരണം നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. കടുംപിടുത്തം തുടരേണ്ടതുണ്ടോ യൂണിയനുകൾ? അല്ല, ഈ BRL ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലടക്കം വ്യാപിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് ലോജിസ്റ്റിക് ബിസിനസ്. അവര് തൊഴിലാളികളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വരുവാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏലൂരിലുണ്ടായിട്ടുള്ള വിഷയം, അവിടെ തൊഴിലാളികൾ ഒരു തരത്തിലും ഇപ്പോ ഒരു അൺറസ്റ്റോ പണിമുടക്കോ ഒന്നും ഇതേവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് CIT സെന്ററിൽ നിന്ന് പ്രത്യേകമായി ബന്ധപ്പെട്ടപ്പോ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. തൊഴിലാളികളുടെ ഡിമാൻഡ് ഇത്തിരി ഉയർന്നതാണ്. അത്രയും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. തൊഴിലാളികൾ അത് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. CITയും INTUC 2 യൂണിയനാണുള്ളത്. 2 യൂണിയൻ പണിമുടക്കിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ഈ സ്ഥാപനം പൂട്ടിയിട്ടുമില്ല. അപ്പൊ പൂട്ടാത്തൊരു സ്ഥാപനത്തിൽ പൂട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം നടത്തേണ്ട കാര്യമില്ല. തൊഴിലാളികൾക്ക് കാലോചിതമായി 2 കൊല്ലത്തെ കരാറായിരുന്നു. ആ 2 കൊല്ലത്തെ കരാറ് ഡിസംബറിൽ കാലഹരണപ്പെട്ടു. ആ കാലഹരണപ്പെട്ട കരാറ് പുനഃസ്ഥാപിക്കാൻ ചർച്ച ആരംഭിക്കണം. അത് നിലവിലുള്ള എഗ്രിമെന്റ് വ്യവസ്ഥയാണ്. അവർ പറഞ്ഞ 15% കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ദയവായി ഒന്ന് തുടരുക. താങ്കൾ ആ അസിസ്റ്റന്റ് മാനേജറുടെ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം. ദയവായി ഒന്ന് കേൾക്കുക. ദയവായി. മാനേജ്മെന്റ് അപ്പൊ കമ്പനി ഡിസൈഡ് ചെയ്തത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്ര ഒന്ന് അമൗണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യം ഇപ്പോ ലോസിലാണ്. എന്നാൽ നമ്മള് എല്ലാരും ഒരു ജീവിക്കട്ടെ പറഞ്ഞിട്ട് ഒരു ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്ര ഡിമാൻഡ് വരുമ്പോ നമുക്ക് ഡിമാൻഡ് ഒന്നും നോക്കാൻ പറ്റില്ല പറഞ്ഞിട്ടപ്പോ പറയണ്ടത് ചെയർമാൻ കമ്പനി ഒന്ന് ആറടുത്ത് ഒന്ന് സംസാരിച്ചത് ക്ലോസ് ചെയ്തോളൂ അത്ര മാത്രം പറയണ്ട് സാർ. അത് അല്ലാതെ നിങ്ങളോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല? ഇല്ല. അപ്പൊ ഇത് കൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ 200 ചോദിച്ചതുകൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്? അതെ. 400 പിന്നെ ഇവർ കൊടുത്ത നോട്ടീസ് എല്ലാം അപ്പോ ഡയറക്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അവർ. അത് കമ്പനി ഹെഡ് ഓഫീസർ. ഇത്ര ഇപ്പൊ 400 കൊടുത്തിട്ട് 200 ചോദിക്കാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരാളിಗೆ കൊടുക്കുന്നത് 140 രൂപയാണ് പ്രസന്റ്ലി. 200 ചോദിക്കുമ്പോ 60 കൂടുതൽ. 60 ആകുമ്പോ ഒരു ടണ്ണിന് 60 ആകുമ്പോ ഒരു ദിവസത്തിൽ 10 ടൺ പണി എടുക്കുള്ളൂ ഒരാള്. ശ്രീ KN ഗോപിനാഥ്, കേട്ടിരുന്നോ? അസിസ്റ്റന്മാരാണ് സംസാരിച്ചത്. അതായത് 140 എന്നുള്ളത് 160 ആയി കൊടുക്കാമെന്ന് കമ്പനി പറയുന്നു. പക്ഷെ അത് 200 ഇല്ലാതെ ജോലി ചെയ്യില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കേക്കൂ. ശ്രീ ശങ്കർ ഞാനും കൂടി ബഹുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആ സ്ഥാപനത്തില്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹെഡ് ഓഫീസ് ഇത് കൂട്ടുന്നതാണ് നല്ലതെന്ന് അറിയിച്ചതിൽ ഞാൻ പരിശോധിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, അത് വ്യക്തമായി തൊഴിലാളികൾ ഇതേപോലെ തന്നെ വലിയ ഡിമാൻഡുകൾ ഉന്നയിക്കേണ്ട അവർ 400 രൂപയൊക്കെ തന്നെ ഉന്നയിച്ചു എന്നാ പറയുന്നത്. ജില്ലാ തലത്തിൽ പാഴ്സൽ സർവീസിൽ ലോജിസ്റ്റിക്കിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നതിനകത്ത് 350 രൂപയുടെയൊക്കെ കൂലി എറണാകുളം ജില്ലയ്ക്കകത്തുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് എല്ലാ സ്ഥാപനങ്ങൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ ചർച്ചയിൽ പരിഹരിക്കേണ്ട. ലേബർ ഡിപ്പാർട്ട്മെന്റ് 13-ാം തീയതി ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് CIT നിർദ്ദേശിച്ചിട്ടുണ്ട് അവരോട്. ആ യൂണിയൻ പാഴ്സൽ സർവീസ് യൂണിയൻ ആണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതിനകത്തുണ്ട്. അവരോട് ഇതിനകത്ത് ഇടപെടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൺട്രസ്റ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വേറൊരു പ്രശ്നമുള്ളത്, അത് മാനേജർക്ക് പുറത്തു പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ ലോജിസ്റ്റിക്കിന്റെ ഓണർ, അവിടെ ഒരു വാടകയ്ക്കാണ് ആ ലോജിസ്റ്റിക് ഗോഡൌൺ വർക്ക് ചെയ്യുന്നത്. ആ ഉടമസ്ഥൻ എന്തോ വാടക കൂട്ടിത്തരണമെന്നോ ഇവരോട് ഒഴിയാൻ പറയണമെന്നോ അവർക്ക് പറഞ്ഞുകൊണ്ട് ചില പ്രോബ്ലം ഉണ്ട്. അത് VRL എവിടെ പ്രവർത്തിക്കുമ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത് കൂട്ടുവാനോ അല്ല, എറണാകുളത്തെ ഏലൂരിൽ മാത്രമല്ല ശ്രീ ഗോപിനാഥ്, കേരളം മുഴുവനുള്ള വെയർഹൌസുകൾ അവസാനിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കേരളം മുഴുവൻ അത് നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഏലൂരിൽ ഒരു ഗോഡൌണിനകത്ത് ഡിസംബറിൽ കാലഹരണപ്പെട്ട് എഗ്രിമെന്റ് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഡിമാൻഡ് വെച്ചിട്ട് വളരെ പേടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ഡിമാൻഡ് ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടത്. അതിനാണ് തൊഴിൽ തർക്കത്തിന് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ കമ്പനി അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു പോവുക എന്ന് പറയുന്നത് കേരളത്തിന് നാണക്കേടായി മാറും. കാരണം നമുക്കിതിനൊരു പ്രതിവിധി വേണമല്ലോ, യൂണിയനുകൾ തന്നെ മുൻകൈ എടുക്കണമല്ലോ. പ്രധാനമായും അതിനുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇടപെട്ടുള്ളൂ. ഞാൻ ഇന്നലെ തന്നെ ഈ വിഷയം അറിഞ്ഞിട്ട് ഞാൻ ഇടപെട്ടല്ലോ. അദ്ദേഹത്തിന് അറിയാം ഞാൻ നേരിട്ട് ഇടപെട്ട കാര്യം. ഞാൻ അതിന്റെ യൂണിയൻ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഡിമാൻഡ് ചെയ്യുന്നത് മുഴുവനും തൊഴിലാളി മാനേജ്മെന്റ് കൊടുക്കും എന്നുള്ള ധാരണയിലല്ല ഡിമാൻഡ് ചെയ്യുന്നത്. തൊഴിലാളിക്ക് ഡിമാൻഡ് ചെയ്യുമ്പോൾ സ്കൈ ആണ് ലിമിറ്റ്, ആകാശ ലിമിറ്റ് ആണ്.
അവർക്ക് ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം നിത്യോപഭോഗങ്ങളുടെ 2 കൊല്ലം മുമ്പുള്ളതല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കാലോചിതമായിട്ട് അത് പരിഷ്കരിക്കണം. കോവിഡ് കാലത്തെ പ്രതിസന്ധി ഈ VRL എത്രയോ സാധനങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും സറണ്ടർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കാലത്തൊന്നും പ്രചരിപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള ബയാസ്ഡാക്കിയ ഒരു പ്രശ്നത്തിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. VRL അല്ല, ഒരു പാഴ്സൽ സർവീസിലും ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നിടത്ത് ഞങ്ങളെല്ലാം അതിനോട് നല്ല വിധത്തിലേക്ക് രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നവരാണ്. ശരി, നന്ദി ശ്രീ ഗോപിനാഥ്. താങ്കൾ തിരക്കിലാണെന്നറിയാം. അനീഷ്, അതാണ് CIT യൂണിയന്റെ വിശദീകരണം. ഒരു ചർച്ച 13-ാം തീയതി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ മാനേജ്മെന്റിന്റെ തീരുമാനം അന്തിമമായി അവർ എടുത്തു കഴിഞ്ഞോ? വെയർഹൌസുകൾ പൂർണ്ണമായും പൂട്ടുക, പ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന രീതിയിൽ. നമുക്ക് മാനേജ്മെന്റ് പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ ഇനിയൊരു തിരിച്ചുപോക്കിലേക്ക് ഇല്ല എന്നതാണ്. കാരണം തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരം വെയർഹൌസുകളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവർ നീങ്ങുന്നു. കാരണം 65ഓളം തൊഴിലാളികളാണ് കേറ്ററിംഗിന് മാത്രം ഈ സ്ഥാപനത്തിൽ ഉള്ളത്. ഒപ്പം ഈ VRLന്റെ നേരിട്ടുള്ള ജീവനക്കാരായ 10-40 പേർ വേറെയുണ്ട്. സുരക്ഷാ ജീവനക്കാരുണ്ട്. അവിടുന്ന് സാധന സാമഗ്രികൾ പുറത്തേക്ക് എത്തിക്കുന്ന ഡ്രൈവർമാരുണ്ട്. ഇതിനെ നേരിട്ടല്ലാതെയും നേരിട്ടുമൊക്കെ ബാധിച്ച് ജീവിക്കുന്ന മറ്റ് പല ആളുകളുമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വെയർഹൌസുകൾ ഒഴിവാക്കി നേരിട്ട് ഈ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൊറിയർ സർവീസുകളിലേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്നത് കുറച്ചുകൂടി ലാഭകരമാണ് എന്നൊരു വിലയിരുത്തൽ ഒരുപക്ഷെ സ്ഥാപനത്തിനുണ്ടാവും. പക്ഷേ അവിടെയും നഷ്ടം ഈ തൊഴിലാളികൾക്കും ഈ സംസ്ഥാനത്തിനൊട്ടാകെയും കിട്ടേണ്ട നികുതി പണവും മറ്റും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിലും, അതായത് ഇവർ അടച്ചുപൂട്ടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ലേബർ ഓഫീസർക്ക് നോട്ടീസ് നൽകിയ ശേഷവും ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഉന്നത തലത്തിൽ നിന്നും ആ കമ്പനിയിലേക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ കമ്പനി പ്രതിനിധികളിൽ നിന്നും വ്യക്തമാകുന്നത്. 3 വട്ടമാണ് ഇതിനകം ഈ തൊഴിലാളി യൂണിയനുകളുമായി മാനേജ്മെന്റ് ചർച്ചകൾ നടത്തിയത്. അതായത് 2022 കരാർ കാലഹരണപ്പെടും മുമ്പ് ചർച്ചകൾ ആരംഭിച്ചെങ്കിൽ പോലും ഈ കരാർ കാലഹരണപ്പെട്ടിട്ടും ഈ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരു തിരിച്ചുപോക്ക് ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും വ്യക്തമാകുന്നത്. കാരണം രാജ്യത്തെ മുഴുവൻ ഇടങ്ങളിലും ഈ അറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ ഏലൂരിലെ വെയർഹൌസുകളിലേക്ക് ഇനി സ്ഥാപനം സാധന സാമഗ്രികൾ എത്തിക്കേണ്ടതില്ല എന്ന്. സാധാരണഗതിയിൽ ഈ കൺസൈൻമെന്റുകൾ വരുന്നതിനപ്പുറം സ്റ്റോക്ക് എടുത്ത് സൂക്ഷിച്ച് റീറ്റെയിലർമാർക്ക് നൽകുന്ന തരത്തിലൊക്കെയുള്ള ചില ഇടപെടലുകളൊക്കെ ഈ വെയർഹൌസ് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അത്തരം ഇടപെടലുകളെല്ലാം നിർത്തിവെച്ചു എന്ന് ഇതിനകം അറിയിച്ചു കഴിഞ്ഞു. ശരി, തുടരുക അനീഷ്. INTUS നേതാവ് ശ്രീ സനോജ് കൂടി ടെലിഫോൺ ലൈനുണ്ട്. സനോജ്, ഈ വിഷയം നമുക്കൊന്ന് പരിഹരിക്കേണ്ടതുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരളം വിടാൻ ഒരുങ്ങുന്നത്. അതും അവർ പറയുന്ന കാരണം തൊഴിലാളി തർക്കമാണ്. കൂലി കൂട്ടിച്ചോദിക്കുന്നു. 140 എന്നുള്ളത് 200ലേക്ക് 160 വരെ തരാൻ അവർ തയ്യാറാണ് എന്ന് പറയുന്നു. 200 എന്ന് പറയുന്നത് അവർക്ക് അഫോർഡബിൾ അല്ല. സ്വാഭാവികമായും പ്രശ്നപരിഹാരം വേണം. 13-ാം തീയതി ഒരു ചർച്ചയുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം നിലനിർത്തണം തന്നെയാണ് INTUS നിലപാട്. അതിൽ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ 11-ാം തീയതിയിലെ ചർച്ചയിൽ INTUS ഭാഗത്തുനിന്ന് എല്ലാ വിട്ടുവീഴ്ചയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യാം. അല്ല, ഈ കൂലി ചോദിക്കുന്ന കാര്യത്തിൽ ഇപ്പം 200 എന്നുള്ള തരത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് യൂണിയനുകളിൽ വ്യത്യാസമില്ല. യാതൊരു കോംപ്രമൈസിന് യൂണിയനുകൾ തയ്യാറാകുന്നില്ല എന്നാണ് അസിസ്റ്റന്റ് മാനേജറുടെ വാദം. അതിൽ തെറ്റുണ്ട്. കാരണം അത് ചർച്ചയുടെ ഭാഗമായി പല ഘട്ടത്തിൽ അത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 200 രൂപയിൽ നിന്നും താഴോട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്നാലും പരിഹരിക്കാൻ, തൊഴിലാളികൾക്ക് തൃപ്തികരമാവുന്ന രീതിയിൽ മാന്യമായ രീതിയിൽ കൂലി കിട്ടുന്ന രീതിയിൽ പരിഹരിക്കാൻ തയ്യാറാണ്. ശരി, INTUS നേതാവ് ശ്രീ സനോജാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അനീഷ, ഏതായാലും മാനേജ്മെന്റ് തീരുമാനം, അവർ തൊഴിലാളികൾ ഒരുപക്ഷെ സഹകരിച്ചാൽ, കൂലി കുറയ്ക്കാൻ തയ്യാറായാൽ ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ കമ്പനി ഉന്നതർ നൽകുന്നുണ്ടോ? നമ്മൾ കമ്പനി അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു. കാരണം ഇനിയും ചർച്ചകൾക്ക് സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇനിയും ചർച്ചകൾക്ക് സാധ്യതയില്ല. കമ്പനിയുടെ തലപ്പത്തു നിന്നും നേരിട്ടുള്ള ഉത്തരവ് അനുസരിച്ച് തന്നെയാണ് ഈ കമ്പനി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഇത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഈ പൂട്ടുന്നതിന് മുമ്പ് ചില വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നെങ്കിൽ കമ്പനി ഇവിടെ തന്നെ നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇനിയും ഒരുപക്ഷെ ഉന്നത തലങ്ങളിലെ ഇടപെടൽ, ഈ മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലോ ഒക്കെ ഇടപെടൽ ഈ കമ്പനിയുമായി
നടത്തിയാൽ ഒരുപക്ഷെ പ്രവർത്തനം പുനരാരംഭിച്ചേക്കാമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ കമ്പനിയുടെ മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയൊരു പുനർവിചിന്തനം ഇക്കാര്യത്തിൽ ഈ ഏലൂരിലെ കമ്പനി തുറക്കുന്നതിൽ ഇല്ല. ഒപ്പം സംസ്ഥാനത്തൊരിടത്തും പുതിയ വെയർഹൗസുകൾ അവർ തുറക്കത്തില്ല. ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന വെയർഹൗസുകൾ തന്നെ ഭാഗികമായി പൂട്ടുന്നതിനുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഈ കമ്പനി എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനിയെങ്കിലും കൃത്യമായൊരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഈ നിലനിൽക്കുന്ന സാമ്പത്തിക സ്ഥിതിയും ഈ സ്ഥാപനത്തിൻ്റെ വരവ് ചെലവുകളുമൊക്കെ കണക്കിലെടുത്തുള്ള ഒരു ശമ്പള പരിഷ്കരണം എന്ന ആവശ്യം തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കണം. കമ്പനി അതിന്റെ തീരുമാനത്തിൽ നിന്ന് അവർ മാനേജ്മെന്റ് പിന്മാറട്ടെ, തൊഴിലാളികൾ സഹകരിക്കാൻ തയ്യാറാണെന്നാണ് CITU INTUC അടക്കമുള്ളവർ പറയുന്നത്. വലിയൊരു തൊഴിൽ നഷ്ടം സംസ്ഥാനം സംഭവിക്കാതിരിക്കട്ടെ, ഇത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരമാകട്ടെ എന്ന് നമുക്ക് കരുതാം. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ News 18 യൂട്യൂബ് ചാനൽ. ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ ശമ്പള വർധനവാണ് അടുത്ത വാർത്ത. ശമ്പളത്തിന് മുൻകാല പ്രാബല്യത്തോടുകൂടി നൽകും എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തു വരും. സർക്കാർ തലത്തിൽ ആ തീരുമാനമായി കഴിഞ്ഞു. 2016 ചുമതല ഏറ്റെടുക്കുമ്പോൾ 50,000 രൂപയായിരുന്നു ചിന്തയ്ക്ക് ശമ്പളം. അത് 2018 1 ലക്ഷമാക്കി മാറ്റി. 2017 ശമ്പളത്തിനാണ് മുൻകാല പ്രാബല്യം നൽകുന്നത്. VV അരുൺ ചേരുന്നു. അരുൺ, ഏതാണ്ട് 6-6.5 ലക്ഷം രൂപ ചിന്തയ്ക്ക് കിട്ടത്തക്ക വിധത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. ഈ തീരുമാനത്തിൽ സർക്കാർ തലത്തിലും എതിർപ്പുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ചിന്താ ജെറോം 2016 സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചുമതല ഏൽക്കുന്നത്. 2016 ചുമതല ഏൽക്കുമ്പോൾ 50,000 രൂപയായിരുന്നു ശമ്പളം. പിന്നീട് 2018 അത് ഇരട്ടിയാക്കി 1 ലക്ഷമായി വർദ്ധിപ്പിച്ചു. അതുമുതലാണ് പിന്നീട് ചിന്താ ജെറോം 2016 മുതൽ അധ്യക്ഷ ഏറ്റെടുക്കുമ്പോൾ മുതലുള്ള മാസം തൊട്ട് എല്ലാ മാസവും ഈ 1 ലക്ഷം രൂപയുടെ ഒരു ശമ്പളം വേണം, അതായത് മുൻകാല പ്രാബല്യം വേണം തന്റെ ശമ്പള വർധനയ്ക്ക് എന്ന ആവശ്യവുമായി വകുപ്പിനെയും അതുപോലെ തന്നെ ധനവകുപ്പിനെയും സമീപിച്ചത്. വിവരാകാര്യ വകുപ്പിനെയും ധനവകുപ്പിനെയും സമീപിച്ചത് അനുകൂലമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ വകുപ്പുകളുടെ പ്രതികരണം. പക്ഷേ ഒടുവിൽ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നു. മുൻകാല പ്രാബല്യത്തോടെ നടക്കാം. ചിന്താ ജെറോം ചോദിച്ചത് 2 വർഷത്തോളം വരുന്ന 20-24 മാസത്തെ മുൻകാല പ്രാബല്യമാണ്. പക്ഷെ അത്രയും നൽകിയിട്ടില്ല. പകരം 12 മാസത്തെ ശമ്പളമാകും ഈ മുൻകാല പ്രാബല്യത്തോടെ നൽകുക. അങ്ങനെ വരുമ്പോൾ ഒരു മാസം 50,000 രൂപ വെച്ച് 6 ലക്ഷത്തോളം രൂപ ചിന്താ ജെറോമിന് അധികമായി ലഭിക്കും. അതായത് ജോലിക്ക് കയറുമ്പോൾ ഉള്ള ശമ്പളം സാധാരണ എല്ലാവർക്കും ജോലിക്ക് കയറുമ്പോൾ ശമ്പളം കിട്ടും. പിന്നീട് ശമ്പള വർധനയും ഉണ്ടാകും. ആ ശമ്പള വർധന ജോലി കയറിയ മാസം മുതൽ വേണമെന്ന അസാധാരണ ആവശ്യമാണ് ചിന്താ ജെറോം സർക്കാരിന് മുന്നിൽ വെച്ചത്. അതിന്റെ പകുതി സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴ കളർകോട് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അയ്യപ്പ ഭക്തർക്ക് നേരെ ആക്രമണം. 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ ചാരി നിന്നതിനാണ് താക്കോൽ കൊണ്ട് കുത്തിയത്. അക്രമി ഇരവുകാട് സ്വദേശി അർജുനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചങ്ങാതി ബൈക്കായിരുന്നു വന്നിട്ട് കുട്ടികൾ വന്നിട്ട് ആ ബൈക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വേറെ എന്തപ്പോൾ ചെക്കനും കൂടി ഉണ്ടായിരുന്നു. ഈ കുട്ടികളെന്തോ പറഞ്ഞു, വേണ്ടത് എന്താണ് പറഞ്ഞത്. ഈ ഒപ്പമുള്ളൊരു സ്വാമി എന്താ ചോദിക്കാൻ പോയി. അപ്പോൾ അവനെ വേണ്ടത് പറഞ്ഞു. നീ ആരടാ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടി തള്ളി എന്നിട്ട് ഞങ്ങളെല്ലാവരും എല്ലാ സ്വാമിയും വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. എന്നിട്ട് അവൻ തിരിച്ചു പോയിട്ട് പിന്നെ രണ്ടാമത് വന്ന് കോടാലി എടുത്തുകൊണ്ട് ഇറങ്ങി വാടാ ആരാന്ന് പറഞ്ഞിട്ട് ഗ്ലാസിന് തല്ലി പൊട്ടിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഈ ബൈക്കിൽ ചാരി നിന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആക്രമണം. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇയാളെ പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? രഞ്ജിത്ത്, ആലപ്പുഴ ഇരവുകാട് സ്വദേശിയാണ് അർജുൻ എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കായുള്ള പരിശോധന ആലപ്പുഴ സൗത്ത് പോലീസ് നടത്തുകയാണ്. ഇയാൾ നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന മലപ്പുറത്ത് നിന്നുള്ള സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതിൽ 2 കുട്ടികൾ, അതായത് ഈ പരാതിക്കാരനായ വിഷ്ണുവിന്റെ മകൾ വൃന്ദാവന, ഒപ്പം തന്നെ
അലീന, വിഷ്ണുവിന്റെ മകൾ അലീന, ഒപ്പം തന്നെ ബന്ധുവായ വൃന്ദാവന, ഈ 2 കുട്ടികളെ ഇരുചക്ര വാഹനത്തിൽ ചാരി നിന്നുകൊണ്ട് കളർകോടുള്ള ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം കളർകോട് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിലാണ് ചാരി നിന്ന് കുട്ടികൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. ഇത് കണ്ട് വന്ന ആൾ അർജുൻ അവരെ ചീത്ത പറയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ രക്ഷകർത്താക്കൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർന്ന് കുട്ടികളുടെ കൈ തട്ടി മാറ്റുകയും ഒരു കുട്ടിയുടെ കയ്യിൽ അർജുന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോല് കൊണ്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിനെ സംബന്ധിച്ച വാക്കേറ്റം ഉണ്ടാവുകയും ഒരു വിധത്തിൽ പറഞ്ഞു അത് തിരികെ വിടുകയും ചെയ്തതാണ്. പക്ഷെ വീടിനടുത്ത് നിന്നും മറ്റൊരു ആയുധവുമായി എത്തി വാഹനത്തിന് ചില്ലടിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത്തരത്തിൽ ചില്ലടിച്ച് തകർക്കുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് അയ്യപ്പ സേവാ സംഘം ദർശനം കഴിഞ്ഞെത്തിയ സംഘം ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർ മലപ്പുറത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. ശരി. കൊല്ലത്ത് ഇന്നലെ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിനുള്ളിൽ യുവതി മരിച്ചു കിടന്ന സംഭവം വലിയ ദുരൂഹത ഉണ്ടാക്കിയിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ യുവതിയുടെ ഭർത്താവ് അറസ്റ്റിലായി എന്നുള്ളതാണ്, സുഹൃത്ത് അറസ്റ്റിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. അഞ്ചൽ സ്വദേശിയായ നാസു ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച മരിച്ച ഉമാ പ്രസന്നനൊപ്പം ഇയാൾ ഉണ്ടായിരുന്നുവെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഷാനോസ് ഡേവിഡ് വിവരങ്ങൾ പങ്കുവെക്കും. ഷാനോസ്, എന്താണ് മരണകാരണമായി ഇയാൾ പറയുന്നത്? ഇയാളുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടോ? ഇന്നലെയാണ് ഈ നാസുവിനെ, അഞ്ചൽ സ്വദേശിയായ 24 വയസ്സുകാരൻ നാസുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. രാവിലെയോടുകൂടി അറസ്റ്റ് സ്ഥിരീകരിച്ചു. പക്ഷെ ഇതിനകത്ത് പോലീസിനെ കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇയാളുടെ മൊഴി തന്നെയാണ്. അതായത് ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആളൊഴിഞ്ഞ സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അപസ്മാരം വന്നു, അങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഇയാൾ പ്രധാനമായിട്ടും പോലീസിൽ നൽകിയിരിക്കുന്ന ഒരു മൊഴി. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം വെളിവാകുമോ എന്നോ മറ്റോ ഭയന്ന് താൻ അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുന്നു. അതിനൊപ്പം തന്നെ ശരീരത്തിൽ 2 ഭാഗത്തായി തലയുടെ 2 ഇരുവശത്തായിട്ടും ഒപ്പം മാറിലും പരിക്കേൽപ്പിച്ചത് ഒരു കൊലപാതകം, മറ്റൊരാൾ ചെയ്ത കൊലപാതകമെന്ന് വരുത്തും വിധം അങ്ങനെ ചെയ്തിട്ട് കടന്നു കളഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. ഇത് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് മരണം സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഈ മരണം സംഭവിച്ച കാര്യം എങ്ങനെയെന്ന് വെളിച്ചത്ത് വരാൻ ഏറ്റവും കൃത്യവും ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ വന്നാൽ മാത്രമേ അത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയൂ. അത് പോലീസിന് മാത്രമേ അത് പറയാൻ കഴിയൂ കൃത്യമായിട്ട്. കാരണം അപസ്മാരം മൂലമാണോ മരിച്ചത്, അതോ അതിനുശേഷം മരിച്ചു എന്ന് കരുതി ഇയാൾ ആ ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ, ആ സമയം ഇവർ എന്തെങ്കിലും തരത്തിൽ അബോധാവസ്ഥയിലായിരിക്കുകയോ ചെയ്യുകയും ഈ മുറിവ് കാരണം മരണം സംഭവിച്ചാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ പരിശോധന ഫലം, അതും ശാസ്ത്രീയമായ പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. നിലവിൽ ഇയാൾ അറസ്റ്റിലാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ ഈ സ്ത്രീയുടെ, ഈ ഉമയുടെ ഒരു മൊബൈൽ നഷ്ടപ്പെട്ടിരുന്നു. ആ മൊബൈൽ ഇയാളിൽ നിന്ന് നേരത്തെ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ കൊലപാതകവും എല്ലാം കൂടെ ചേർത്ത് വെച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇയാളിലേക്ക് കൃത്യമായി എത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ, നാസുവിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിയുകയും ചെയ്തിരിക്കുന്നത്. ശരി, ഷാനോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഭക്ഷ്യവിഷബാധയിൽ യുവതി മരിച്ചതിന് പിന്നാലെ കോട്ടയത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയാണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് ഇടതുമുന്നണി ആരോപിക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പിഴവാണെന്നാണ് UDFന്റെ മറുപടി. അതേസമയം രാസപരിശോധനാ ഫലം വരുന്നതുവരെ തുടർ നടപടികൾക്കായി കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയാണ് വിവാദ ഹോട്ടലിന് അനുമതി നൽകിയതെന്നാണ് CPM ആരോപണം. ഇതോടെയാണ് DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും CPMഉം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. എന്നാൽ ഹോട്ടലിന്റെ വൃത്തിയും ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളിലും മാത്രമാണ് നഗരസഭയ്ക്ക് ഇടപെടാനാകുക എന്ന് കോൺഗ്രസ് വിശദീകരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് മായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത്. ഇവിടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ആ സ്റ്റാൻഡർഡൈസേഷൻ നടക്കുന്നില്ല. അത് നടക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ആവശ്യമായിട്ടുള്ള നടപടികളൊന്നും പോകുന്നില്ല. 8-10 നിർദ്ദേശങ്ങൾ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി തന്നെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആര് നോക്കാൻ? ഏട്ടിലെ പശു പുല്ല് തിന്നില്ല, അതവിടെ കിടക്കത്തേ ഉള്ളൂ. ആരും നോക്കുന്നില്ല, ആരും ഇത് പരിശോധിക്കുന്നുമില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് നാഥനില്ലാത്ത രൂപത്തിലേക്ക് ഫുഡ് സേഫ്റ്റി രംഗം പോയിരിക്കുകയാണ്. പ്രതിഷേധത്തിന് പിന്നാലെ CPM അനുകൂല തൊഴിലാളി സംഘടനാ നേതാവിനെ സസ്പെൻഡ് ചെയ്തതും ഇടതുപക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നഗരസഭയുടെ വീഴ്ച മറയ്ക്കാനാണ് രാഷ്ട്രീയ പ്രേരിത നടപടിയെന്നാണ് ഇടതു നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്.
അതിനിടെ രാസപരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. നടപടി വൈകും എന്നതിനാൽ തന്നെ പോരടിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് മുന്നണികളുടെ ശ്രമം. ന്യൂസ് 18 കോട്ടയം. ഇതിനിടെ സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ തുടരുകയാണ്. ഇന്നലെ 56ഓളം സ്ഥാപനങ്ങൾക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടിരുന്നു. 48 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 18 സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഇല്ലാതിരുന്ന 30 സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ് നിർത്തിയത്. 142 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഇന്നലെ 547 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ശക്തമായ പരിശോധന ഇന്നും തുടരുമെന്നാണ് സൂചനകൾ. വിവിധ ഓപ്പറേഷനുകളിലൂടെ സംസ്ഥാനത്താകെ കഴിഞ്ഞ ജൂലൈ മുതൽ ഡിസംബർ വരെ 46,928 പരിശോധനകളാണ് നടത്തിയത്. 97.6 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. ഏതാണ്ട് 149 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഫാദർ LM സുക്കോളിനെ ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ നാളെ നടക്കും. 40 വർഷം കണ്ണൂർ പരിയാരത്തിനടുത്തുള്ള മരിയപുരം നിത്യസഹായമാത ദേവാലയ വികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരമദിനമായ ജനുവരി 6 ദൈവദാസ പ്രഖ്യാപനത്തിനായി തെരഞ്ഞെടുത്തത്. വടക്കൻ ഇറ്റലിയിലെ സർണോനിക്കോ ഗ്രാമത്തിൽ 1916 ഫെബ്രുവരി 8 ഫാദർ LM സുക്കോൾ ജനിച്ചത്. 12-ാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു. 1940 മാർച്ച് 9 ത്രന്തോ അതിരൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ചു. 1943 ഡിസംബർ 7 ഈശോ സഭയിൽ ചേർന്നു. 1948 മിഷൻ പ്രവർത്തനങ്ങൾക്കായി മുംബൈയിലെത്തി. പിന്നീട് കോഴിക്കോട് മിഷന്റെ കീഴിലുള്ള വയനാട്ടിലേക്ക്. അച്ഛൻ്റെ പ്രവർത്തനം ജാതി മതഭേദമന്യാണ്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അച്ഛൻ സഹായമായി തീർന്നത്. ഈ നാട്ടിലെ മുഴുവൻ പാവപ്പെട്ടവരുടെയും കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് അച്ഛൻ എല്ലാ സമയത്തും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അച്ഛൻ്റെ ഏറ്റവും വലിയ വേദന ഫണ്ടിങ് ഏജൻസികൾ ഇഷ്ടംപോലെ ഫണ്ടില്ല. പക്ഷെ പലരോടും നോ പറയേണ്ടി വരുന്നതാണ് അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയായി തീരുന്നത്. ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് സുക്കോളച്ചൻ പ്രധാന ദൗത്യങ്ങളിലൊന്നായി ഏറ്റെടുത്തു. 7500 പേർക്കാണ് അദ്ദേഹം ഭവനം ഒരുക്കിയത്. മലബാറിലെ മിഷണറി എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ജാതിപതഭേദമന്യേ അദ്ദേഹം ആളുകൾക്ക് വീടായി എന്താ പറയുക വീട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് സഹായങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ ഒരു മതത്തിൻ്റെ മാത്രം ഒരു അച്ഛനായിട്ടല്ല അദ്ദേഹം കരുണയായിട്ട് മാറി, അനുകമ്പയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നിരവധി ആളുകൾക്ക് ഏകദേശം ഒരു 10,000-ഓളം പേർക്ക് തന്നെ അദ്ദേഹം ഭവനം കൊടുത്തിട്ടുണ്ട്. പരിയാരം എംബേറ്റിൽ സെയിന്റ് ഇഗ്നേഷ്യൻ ധ്യാന മന്ദിരം, റൊസേറിയൻ ആശ്രമം എന്നിവ സ്ഥാപിച്ചു. 1980 അച്ഛന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു. 2014 ജനുവരിയിൽ മരിക്കുന്നതുവരെ ജീവിതം പാവങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ചിരുന്നു ഫാദർ LM സുക്കോൾ. നാളെ രാവിലെ മരിയപുരം ദേവാലയത്തിൽ കബറിടത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ദൈവദാസ പ്രഖ്യാപന ചടങ്ങുകൾ ആരംഭിക്കും. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ്. 3 ജില്ലകൾ തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. ഓരോ പോയിന്റും നിർണായകമായി മാറുകയാണ്. ഇനി കലോത്സവ വാർത്തകളിലേക്ക്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവം 2 ദിവസം പിന്നിടുമ്പോൾ 458 പോയിന്റുമായി കണ്ണൂർ ഒന്നാമതാണ്. 453 പോയിന്റുമായി ആതിഥേയരായ കോഴിക്കോടാണ് രണ്ടാമത്. നിലവിലെ ജേതാക്കളായ പാലക്കാട് 448 പോയിന്റുമായി 3-ാം സ്ഥാനത്തുണ്ട്. 439 പോയിന്റുമായി തൃശൂരും 427 പോയിന്റുമായി മലപ്പുറവുമാണ് 4ഉം 5ഉം സ്ഥാനങ്ങളിൽ. സ്കൂൾ തലത്തിൽ തിരുവനന്തപുരം കാർമൽ EMHS-നാണ് 87 പോയിന്റുമായി ഒന്നാമത്. കണ്ണൂർ സെയിന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ HSS 73 പോയിന്റുമായി 2-ാം സ്ഥാനത്തുണ്ട്. കല്യാണ രാത്രിയിൽ ഈദും അത്തറും തേടി മണവാട്ടിയും തോഴിമാരും കോഴിക്കോട് നഗരത്തിലിറങ്ങി. രാത്രിയിൽ ഒപ്പന വേഷത്തിലെത്തിയ സുന്ദരിമാരെ കണ്ട് അത്തറ് വിൽപ്പനക്കാരനൊന്ന് ഞെട്ടി. കലോത്സവ നഗരിയിലെ ഒപ്പന വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകും.
അത്തർ ഞങ്ങൾ മണവാട്ടിനും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കല്യാണത്തിന് ഊതും അത്തറും ഇല്ലാതല്ലോ, കല്യാണമില്ലല്ലോ. അപ്പോൾ ഏതാ നല്ല അത്തർ ഒന്ന് കാണിച്ചു തരൂ. ഊതും അത്തറും ഒക്കെ ഒരുപാട് നല്ല ഇതുണ്ടല്ലോ, നല്ല ടൈപ്പ് ഊതും അത്തറും ഒക്കെ ഉണ്ട്. അസീസ്ക കുറച്ച് നല്ല ഊത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തറും കാണിച്ചു കൊടുക്കി. നല്ല ഊതിൻ്റെ അത്തറും പരിപാടിക്കൊക്കെ നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ PPMHS കൊട്ടുകര സ്കൂൾ, മലപ്പുറം. മണവാട്ടീൻ്റെ പേരെന്താ? ഫാത്തിമ റീമാസ്. ഫാത്തിമ മിൻഹ. ദിയ. ആയിഷ റിയ. ആയിഷ നിയ. നഷ്വ. ഈ പോയിട്ട് നിങ്ങൾക്ക് ഒപ്പനയാണോ കളിക്കേണ്ടത് കല്യാണത്തിന്? അതിന് വേണ്ടിയിട്ടാണോ വന്നത്? ഏതാ വേണ്ടത്? അത്തറും വേറെ ഏതാ വേണ്ടത്? ഊതും അത്തറും ഒക്കെ വേറെ നോക്കണോ? നല്ലതാ. ഇത് നല്ല പിന്നെ അറേബ്യൻ്റെ സാധനം. അറേബ്യ തന്നെ രാജ്യത്തിൻ്റെ നല്ല വസ്തുണ്ട്. കല്യാണം എപ്പോഴാണ്? ഇന്ന് രാത്രിയിലാണ് കല്യാണം. അപ്പൊ അതിന്റെ മുമ്പാണ് ഒപ്പന. അപ്പൊ അതിനാണ് ഊതും അത്തറും ആ വേഷത്തോടെ വന്നത് അല്ലേ? മലപ്പുറം കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മളുടെ കൂടെയുള്ളത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വാമൊഴി വഴക്കത്തിലുള്ള നാടൻ പാട്ടുകളുടെ ആത്മാവ് അറിഞ്ഞു വേണം പുതിയ ശൈലിയിൽ അവതരിപ്പിക്കാൻ എന്ന് അതുൽ നറുകര. കോഴിക്കോട് കലോത്സവവേദിയിലെത്തിയ അതുൽ തന്റെ കലോത്സവ ഓർമ്മകളും അനുഭവങ്ങളും ന്യൂസ് 18മായി പങ്കുവച്ചു. നാടൻ പാട്ട് യുവതലമുറയ്ക്കിടയിൽ തരംഗമാവുന്ന കാലമാണ്. കലോത്സവ വേദികളെയും ഇത്രത്തോളം ആവേശം പിടിപ്പിക്കുന്ന മറ്റൊരു മത്സരം ഉണ്ടാവില്ല. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് പുതിയ തലമുറയുടെ ഒരു ആരാധനാ താരം കൂടിയായ ഒരു നാടൻപാട്ട് കലാകാരനാണ്. അദ്ദേഹത്തെ നാടൻപാട്ട് കലാകാരൻ മാത്രം പറയാൻ പാടില്ല, സംഗീതജ്ഞൻ കൂടിയാണ്. അതുൽ നറുകര. ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പാലാപ്പള്ളി എന്നുള്ള പാട്ടുകൊണ്ട് തന്നെ അതുലും ടീമും എല്ലാം കേരളം മുഴുവൻ അറിയപ്പെടുന്നവരാണ്. അതുൽ, എങ്ങനെയാണ് കലോത്സവ വേദിയിൽ വന്നത്? കലോത്സവം ആ ഒരു പവർ പൊതുവെ നമുക്ക് എവിടെയൊക്കെയാണെങ്കിലും സംസ്ഥാന കലോത്സവം നമ്മൾ ഒരിക്കലും മിസ്സാക്കാറില്ല, പോയി കാണാറുണ്ട്. കലോത്സവം എന്ന് പറഞ്ഞാൽ വേറെ ഫീൽ തന്നെയല്ലേ. ഈ പുതിയ നമ്മളൊക്കെ ആ വഴി വന്നതുകൊണ്ടേ നമുക്ക് എപ്പോഴും കുറെ ബാക്കിക്ക് പോയ പോലെ തന്നെയാണ്. എന്തായാലും ആ ഓട്ടവും ആ ബാക്ക് സ്റ്റേജിലെ ആ ഒരു ഹറിബറിയും കാത്തിരിപ്പും കയറലും മത്സരം എന്ന് പറയുമ്പോഴും പെർഫോമൻസും മത്സരം രണ്ടാണ്. നമ്മളൊരു മത്സരത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് പിന്നെ വേറൊരു രീതിയിലാണ്. പക്ഷെ മത്സരം എന്ന് പറയുമ്പോൾ അതൊരു ആ അനുഭവം നല്ല രസമാണ്. അപ്പൊ നമുക്ക് വേദിയിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ ആ മുഖത്തുള്ള അനുഭവങ്ങളൊക്കെ കാണാൻ അങ്ങനെ ഓടി വന്നു നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. 2012 അല്ലേ? അതെ. ഞാന് സ്കൂൾ കലോത്സവത്തിലൂടെയാണ് നമ്മൾ പാട്ടുകാരെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുന്നത്. പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അന്ന് സ്ഥാനങ്ങളുണ്ട്. അന്ന് നാടൻപാട്ടിൽ 1ാം സ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ പേര് അങ്ങനെ നമ്മളെ അടുത്തറിയുന്നത്. ഈ അന്നത്തെ നാടൻപാട്ടിന്റെ ഒരു രീതിയും ഇന്നത്തെ അവതരണം കാണുമ്പോൾ എന്തത്തോളം വ്യത്യാസം തോന്നുന്നു? അതായത് അന്നത്തെ കാലഘട്ടത്തിന് ശേഷം പുതിയ കാലഘട്ടത്തിൽ കുറെ പാട്ടുകൾ ഏറ്റെടുക്കുന്നുണ്ട്. അതായത് പുതിയ പാട്ടുകൾ കുറെ ആൾക്കാർ കണ്ടെടുക്കുന്നുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് വരമൊഴി പാട്ടുകളൊക്കെ കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിച്ചിരുന്നു. പക്ഷേ കലോത്സവത്തിന്റെ കറക്റ്റ് ഒരു മാനുവൽ അനുസരിച്ച് കറക്റ്റ് ബൈലോയിൽ അതിനെ ഉൾപ്പെടുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ പാട്ടുകൾ, പുതിയ പാട്ടുകൾ കണ്ടെത്തുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻ പാട്ട് ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായിട്ടുള്ള പല ജില്ലകളിലുള്ള പല പാട്ടുകളും കണ്ടെത്തിയിട്ട് വേദിയിലേക്ക് എത്തുന്നുണ്ട്. വാമൊഴിയായിട്ടുണ്ടായിരുന്ന പാട്ട്. അതെ, അല്ല, വാമൊഴി പാട്ടുകളാണ് കൂടുതൽ കലോത്സവത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഒന്നുകൂടി കലോത്സവത്തിലെ ഗ്ലാമർ ജനകീയ ഐറ്റങ്ങളിൽ നാടൻ പാട്ട് വരാൻ കാരണം തന്നെ അതാണ്. കാരണം ഓറൽ ട്രഡീഷൻ ആയിട്ട് കൈമാറി വന്ന പല ദേശത്തിന്റെ പല പേര് പാടുന്ന പാട്ടുകളാണല്ലോ ഒരൊറ്റ വേദിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്ര കണ്ട് ഭംഗിയുണ്ടാവും. പണ്ടൊക്കെ ഈ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ ചില ഒരു പ്രത്യേക തരത്തിൽ ഒതുക്കി നിർത്തിയിരുന്നത് ഇപ്പൊ എല്ലാവരും ഏറ്റുപാടുന്നു, താളം പിടിക്കുന്നു, അതൊരു പുതിയ വൈബായിട്ട് മാറുകയാണ്. അത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? നമ്മളൊക്കെ സ്വപ്നം കാണുന്നതാണ് നടക്കുന്നത്. കാരണം നാടൻ പാട്ടുകൾ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് പണ്ട് മുതലേ പാടി വരുന്ന പാട്ടുകളാണ്. ജനനത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള സന്തോഷവും സങ്കടമൊക്കെ വരുമ്പോൾ പാടിയിരുന്ന പാട്ടുകളാണ്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ റിയൽ ഫീലിങ്സ് ആണ്. ഇതൊന്നും ഒരിക്കലും എവിടെ അടക്കി നിർത്താനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് വേദിയിലും കൂടി എത്തുമ്പോൾ ഒന്നുകൂടി വലിയ ആകാശങ്ങൾ കിട്ടുന്നു, വലിയ രീതിയിലുള്ള സ്പേസ് കിട്ടുന്നു. ഇപ്പോൾ നേരത്തെ ഗദ്ദികയുടെ ആൾക്കാരൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇതൊരു ഗോത്രവർഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ നിലനിർത്താനും മറ്റു തലമുറകൾക്കും മറ്റു സംസ്കാരത്തിനും കാണിച്ചു കൊടുക്കാനും ഇങ്ങനൊരു വേദി കിട്ടുന്നതാണ് ഇതിന്റെ ഒരു പുതുജീവൻ എന്നാണ് പറയുന്നത്. അതെ, ഈ ട്രൈബൽ ഗദ്ദിക പോലെ തന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള ഗദ്ദിക ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ദേശത്തിനും ആ ദേശത്തിനായിട്ടുള്ള പാട്ടുകളുണ്ട്. അത് മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പുതിയ വേദിയിലേക്ക് അല്ലെങ്കിൽ കലോത്സവ വേദിയിലേക്ക് വരുന്നതുകൊണ്ടുകൂടിയാണ് കുറച്ചെങ്കിലും പോലും അത് ഏറ്റെടുക്കുന്നുള്ളൂ. അപ്പോൾ വലിയൊരു സ്പേസാണ് കലോത്സവ വേദികൾ നാടൻ പാട്ടുകൾക്ക് കൊടുക്കുന്നത്. അതിൽ തന്നെ പാലാപ്പള്ളി അത് മറ്റൊരു തരംഗമാണ് ചെയ്തത്. നാടൻപാട്ട് എന്നുള്ള ലെവലല്ല അത് പോയത്. അത് എല്ലാവരും സ്വീകരിച്ച ഒരു DJ ലെവലിലേക്കൊക്കെ മാറുന്ന തരത്തിലേക്ക് പോയില്ലേ? DJ എന്നതിനപ്പുറത്തേ അതിൽ നമ്മളെ തനത് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായിരിക്കും. അതിൽ നമ്മുടെ തനത് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിച്ചത്. അതിന്റെ ഒപ്പം ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിനായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അതെ, പഴയ പാട്ടുകൾ ഏറ്റെടുക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. പഴയ സിനിമാ പാട്ടുകളൊക്കെ എപ്പോഴും കേൾക്കുന്നവരിപ്പോഴുണ്ട്. പക്ഷെ പഴയ പാട്ടുകൾ ഇപ്പൊ പുതിയൊരു തലമുറക്ക് കേട്ട് കഴിഞ്ഞാൽ എത്ര കണ്ടത് ഏറ്റെടുക്കേണ്ടെന്നൊരു സംശയം. അപ്പോൾ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിന്റെ സോള്, ആ ആത്മാവ് പുതിയ രീതിയിൽ ഈ കാലഘട്ടത്തിന് അനുസൃതമായി വെച്ച് കഴിഞ്ഞാലാണ് ആ ഒരു സമൂഹം ഏറ്റെടുക്കുള്ളൂ. അത് ഫോക്ലോർ പറയണതാണ്. നമ്മളൊരു ഫോക്ലോർ വിദ്യാർത്ഥി, ഒരു റിസർച്ച് സ്കോളർ എന്നുള്ള രീതിയിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ കൊടുക്കണം. പക്ഷേ നഷ്ടപ്പെടാതെ ഒരിക്കലും പാടില്ല, ഒരിക്കലും അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാനും പാടില്ല. അങ്ങനെ ഭൂമിയിൽ നിലനിർത്തുമ്പോൾ മാത്രമാണ് ആ ഒരു ആർട്ട് ഫോമും ഇവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഡൈങ് ഫോക്ലോറായി മരിച്ചു പോകും. എന്താണ് ഇത്രയും വലിയ തിരക്കിലാണെന്ന് അറിയാം. അതിലും പ്രിയപ്പെട്ട ഒരു നാടൻ പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ചാൽ. ഇവിടെ ആകെ പാട്ടാണ്, അതിന്റെ ഇടയിലാണ്. തെക്ക് തെക്കേ തെക്കേലൊരു ദൈവത്താനുണ്ടേ, തെക്ക് തെക്കേ തെക്കേലൊരു ചെമ്മൻ താനുണ്ടേ, തിന്താരേ തിന്താ തകതിന്തൈത്താര, തിന്താരേ തിന്താ തകതിന്തൈത്താര, ചെമ്മത്ത് വാഴണ മടവതിമാരുണ്ടേ, മടവതിമാരാവരില്ലക്കാര് നാലേ. ആണെങ്കിലും ഈ നാടൻ പാട്ടിന്റെ ഒരു പൈതൃകം, പാരമ്പര്യം അത് കുട്ടികളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പാണ്. നല്ല രീതിയിൽ പുതിയ പാട്ടുകൾ ഏറ്റെടുക്കുന്നുണ്ട്. എനിക്ക് കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത്, കലോത്സവ വേദിയിൽ കാണുന്ന കുട്ടികളെ പിന്നീട് കാണുന്നില്ല. നാടൻ പാട്ടാണെങ്കിൽ പോലും ഒരു 10 ടീം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ഈ പാട്ടിന് ഇഷ്ടപ്പെട്ട് ഇതിന്റെ പിന്നാലെ യാത്ര ചെയ്തിട്ട് പുതിയ പാട്ടുകൾ കണ്ടെടുക്കാൻ കൂടി കുട്ടികൾ തുനിയണം. അല്ലെങ്കിൽ വെറുതെ ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമായിട്ട് കലോത്സവ വേദികളെ കാണരുത്. ഈ ഒരു പൈതൃകത്തെയും ഈ ഒരു സംസ്കൃതിനൊക്കെ ഏറ്റെടുക്കുകയും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ പുതുതലമുറ ഞങ്ങളെ പോലത്തെ കുട്ടികൾക്കുണ്ട്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം കൂടി വേണം എല്ലാവരും പാട്ടുകൾ ഏറ്റെടുക്കാൻ എന്നാണ് പറയുന്നത്. വളരെ നന്ദി, ഇത്രയും സമയം ഞങ്ങളുടെ ഒപ്പം പങ്കുവച്ചു. എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ന്യൂസ് 18ന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇടം തന്നതിന് ഏറെ സ്നേഹം. അതിൽ പറഞ്ഞു നിർത്തുന്നതിൽ വലിയ ഒരു സന്ദേശമുണ്ട്. ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം ആവരുത് ഈ ഒരു കലാരൂപത്തെ സ്നേഹിക്കുന്നതും അവതരിപ്പിക്കുന്നതും. അതോടൊപ്പം തന്നെ കലാരൂപങ്ങളുടെ ആത്മാവ് പറഞ്ഞ് പുതിയ തലമുറയ്ക്ക് വേണ്ടി പങ്കുവെക്കുക കൂടി ചെയ്യണമെന്നാണ് അതിൽ പറഞ്ഞു നിർത്തുന്നത്. KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ. കലോത്സവ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഒപ്പം മറ്റു വാർത്തകളും എല്ലാ വാർത്തകളുമായും തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.